എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എ പ്ലസ് വിന്നേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്നത് +1 ബിസിനസ് സ്റ്റഡീസിൻ്റെ 10ാം അധ്യായത്തിലെ ഇന്റേണൽ ട്രേഡിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫിക്സഡ് ഷോപ്പ് ലാർജ് റീറ്റെയിലേഴ്സ്. ഇതിനകത്ത് പറയുന്ന 6 ടൈപ്സ് ഓഫ് ഷോപ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് 6നെക്കുറിച്ചും ഡീറ്റെയിൽ ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്ന് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയാവൂ. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഒന്ന്, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ. എ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഷോപ്പ് സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ വൺ റൂഫ് ആൻഡ് മാനേജ്മെൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് കീഴിൽ ഒരു കെട്ടിടത്തിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായി നിരവധി വെറൈറ്റി ഗുഡ്സ് വിൽക്കുന്ന സ്ഥാപനത്തിന് പറയുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഡീൽസ് ഇൻ സെപ്പറേറ്റ് ലൈൻ ഓഫ് ഗുഡ്സ് ലൈക്ക് സ്റ്റേഷനറി, ബുക്സ്, ഫേർണിച്ചർ, ക്ലോത്ത്, എക്സെട്ര. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അവിടെ ഓരോ രീതിയിലുള്ള, ഒരിടത്ത് സ്റ്റേഷനറി ആണെങ്കിൽ ഒരിടത്ത് ബുക്സ്, ഒരിടത്ത് ഫർണിച്ചർ, ഒരിടത്ത് ക്ലോത്ത്സ്, ഒരിടത്ത് ഗെയിംസിൻ്റെ സാധനങ്ങൾ, അങ്ങനെ എന്തെല്ലാം അറേഞ്ച് ചെയ്യാമോ അതെല്ലാം ഓരോ റൂമുകളിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ഓൾ ഗുഡ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ. എല്ലാ ഗുഡ്സും ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. ഇനി രണ്ടാമത്തേത്, ചെയിൻ സ്റ്റോർ ഓർ മൾട്ടിപ്പിൾ സ്റ്റോർ. Multiple shop is a system of branch shops operated under a centralized management and dealing in similar line of goods. സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റാ, ഒരാളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ മുഴുവൻ സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്. സിമിലർ ലൈൻ ഓഫ് പ്രൊഡക്ട്സ്, ഏതാ ഒരേപോലത്തെ പ്രൊഡക്ട്സ് ആണ് എല്ലാ ബ്രാഞ്ചുകളിലും വെച്ചേക്കുന്നത്. ബ്രാഞ്ച് ഷോപ്പാണ്. Branches are located throughout the nation. രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ബ്രാഞ്ചസ് കാണും. ഇറ്റ് ഡീൽസ് ഇൻ 1 or 2 ലൈൻ ഓഫ് പ്രൊഡക്ട്സ്. 1 or 2 ലൈൻ ഓഫ് പ്രൊഡക്ട്സിൽ മാത്രമേ ഈ മൾട്ടിപ്പിൾ ഷോപ്പ് ഡീൽ ചെയ്യുകയുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറിനെ പോലെ ഡീൽ ചെയ്യത്തില്ല. ഓൾ ബ്രാഞ്ചസ് ആർ ഡീലിംഗ് ഇൻ സിമിലർ ഗുഡ്സ്. എല്ലാ ബ്രാഞ്ചിൽ ചെന്നാലും ഇതിൻ്റെ വെറൈറ്റി മാത്രമേ കാണിക്കുകയുള്ളൂ. ഇറ്റ് ഹാസ് സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ആൻഡ് യൂണിഫൈഡ് സിസ്റ്റം ഓഫ് കൺട്രോൾ. എല്ലായിടത്തെയും നിയമങ്ങൾ ഒരുപോലെ ആയിരിക്കും. എവിടെ ചെന്നാലും വില ഒരുപോലെ ആയിരിക്കും. എല്ലായിടത്തെയും നിയമങ്ങൾ ഒരേപോലെ പാലിക്കപ്പെടും. ഇറ്റ് വർക്ക്സ് ഓൺ ക്യാഷ് ആൻഡ് ക്യാരി പ്രിൻസിപ്പിൾ. പൈസ കൊടുക്കുക, സാധനം മേടിക്കുക, കടമൊട്ടും ഇല്ല. അല്ലെ പരിചയത്തിൻ്റെ പേരിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കലോ ഒന്നും ആ കാര്യത്തിലില്ല. ഇറ്റ് ഹാസ് സെൻട്രലൈസ്ഡ് ബൈയിങ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സെല്ലിംഗ്. ഇവിടെ എല്ലാം സാധനങ്ങൾ വാങ്ങുന്നത് ഒരിടത്തു നിന്നായിരിക്കും, പക്ഷെ വിൽക്കുന്നത് പല അതുകൊണ്ട് സെൻട്രലൈസ്ഡ് ബൈയിങ്, ഒരിടത്തു നിന്ന് വാങ്ങും, പലയിടത്തൂടെ വിൽക്കും. ഇതാണ്. ഇനി നമുക്ക് അടുത്ത കാര്യം മെയിൽ ഓർഡർ ബിസിനസ് ആണ്. മെയിൽ ഓർഡർ ബിസിനസ് ഈസ് എ ഫോം ഓഫ് റീറ്റെയിലിംഗ് വെയർ ദ ബിസിനസ് ട്രാൻസാക്ഷൻ ആർ ഡൺ ത്രൂ പോസ്റ്റ് ഓർ മെയിൽ. ഇതൊരു റീറ്റെയിൽ ഷോപ്പാണ്, റീറ്റെയിൽ ബിസിനസ് ആണ്. പോസ്റ്റൽ വഴി, ഇതിൻ്റെ തപാൽ വഴിയാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ത്രൂ VPP. ഇതിൻ്റെ സാധനം എത്തിക്കുന്നതും പണം അയക്കുന്നതും എല്ലാം VPP വഴിയാണ്. The goods are delivered to the customers only on making full payment for the same. മുഴുവൻ പണവും അടച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം കൊടുത്തു വിടുകയുള്ളൂ. There is no direct personal contact between the buyer and the seller. കച്ചവടക്കാരനും വാങ്ങുന്ന ആളും തമ്മിൽ യാതൊരു പേഴ്സണൽ കോൺടാക്റ്റ് ഇല്ല. എവിടെ ഇരുന്നാണോ ഇത് വിൽക്കുന്നത്, ആരാണിത് വാങ്ങിച്ചതെന്ന് ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ പ്രൊഡക്ട്സ് ദാറ്റ് ക്യാൻ ബി ഗ്രേഡഡ്. ഇത് ആർക്കൊക്കെയാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്? ഗ്രേഡഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് ഗുഡ്സ് വിൽക്കുന്ന ആളുകൾക്ക്, അതായത് ഇന്ന ഗ്രേഡിലുള്ള ഇന്ന സ്റ്റാൻഡേർഡിലുള്ള സാധനം വിൽക്കുന്നത്. ഈസിലി ട്രാൻസ്പോർട്ടഡ് അറ്റ് ലോ കോസ്റ്റ്, വളരെ നിസ്സാര വിലയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഹാവ് റെഡി ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിൽ വളരെയേറെ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കണം. ക്യാൻ ബി ഡിസ്ക്രൈബ് ത്രൂ പിക്ചേഴ്സ്. പടം കണ്ടാൽ ഇതെന്താണ് സാധനം ആൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിലായിരിക്കണം. ബൾക്കി, ഹെവി ആൻഡ് പെരിഷബിൾ ഗുഡ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദിസ് ടൈപ്പ് ഓഫ് ബിസിനസ്. ഒരിക്കലും സ്യൂട്ടബിൾ അല്ല ഏത് ടൈപ്പിൽ. ബൾക്കായിട്ടുള്ളതും ഹെവി ആയിട്ടുള്ളതും പെട്ടെന്ന് നശിച്ചു പോകും. ഒരുപാട് വലിയ ക്വാണ്ടിറ്റി ഉള്ളതും ഒരുപാട് ഭാരമുള്ളതും പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങൾക്ക് ഒരിക്കലും ഇത് സ്യൂട്ടബിൾ അല്ല. അടുത്തത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. ഇറ്റ് ഈസ് എ റീറ്റെയിൽ സ്റ്റോർ ഫോംഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ഓൺ ദ ബേസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ.
കോർപ്പറേഷൻ പ്രിൻസിപ്പിളിൽ ഇത് നടത്തുന്ന ഒരു കൺസ്യൂമർ ബേസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ദീസ് സ്റ്റോഴ്സ് ആർ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ കൺസ്യൂമേഴ്സ് തന്നെയാണ് ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതെല്ലാം. ദേ ഡീൽ ഓൾ ടൈപ്സ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. എല്ലാ തരത്തിലുള്ള കൺസ്യൂമർ ഗുഡ്സും ഇവർ ഡീൽ ചെയ്യും. നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചാപ്റ്റർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അത് വളരെ വ്യക്തമായി ഇതിൻ്റെ ഫീച്ചേഴ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇറ്റ്സ് എൻ വോളണ്ടറി അസോസിയേഷൻ ഓഫ് കൺസ്യൂമേഴ്സ്. ഇറ്റ് എലിമിനേറ്റ് മിഡിൽ മെൻ. ഉപഭോക്താക്കളുടെ ഒരു സംഘടനയാണ്. മിഡിൽ മെന്നിനെ, ഇടനിലക്കാരനെ ഇതിനകത്ത് ഒഴിവാക്കും. കൺസ്യൂമർ ക്യാൻ പർച്ചേസ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ലോ കോസ്റ്റ് ഫ്രം ദീസ് സ്റ്റോഴ്സ്. ഇത് ഉൽപ്പാദിപ്പിച്ച് ഇവിടെ കൊണ്ട് വിതരണം ചെയ്യുന്നതും കൺസ്യൂമേഴ്സാണ്, അവിടുന്ന് വാങ്ങുന്നതും കൺസ്യൂമേഴ്സാണ്. കൺസ്യൂമേഴ്സിനെ സഹായിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. വിവിധ തരത്തിലുള്ള കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. അതും കൂട്ടുകാർ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത സൂപ്പർ മാർക്കറ്റാണ്. സൂപ്പർ മാർക്കറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ റീറ്റെയിൽ ഓർഗനൈസേഷൻ സെല്ലിംഗ് എ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ്. നമ്മൾ ഏകദേശം ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പറയുന്നത് ഒരു കെട്ടിടത്തിൻ്റെ കീഴിൽ പല ഡിപ്പാർട്ട്മെൻ്റായിട്ടാണ് എങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ഹാളിനകത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് കിട്ടും ഒരു ഇതിനകത്ത് തന്നെ, ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ സൂപ്പർ മാർക്കറ്റ് ഇസ് ആബ്സെൻറ്റ് ഓഫ് സെയിൽസ്മെൻ ടു ഹെൽപ്പ് കൺസ്യൂമേഴ്സ് ഇൻ സെലക്ടിങ് ഗുഡ്സ്. ഒരു കുഴപ്പമേ ഉള്ളൂ, ഇടയ്ക്ക് സഹായിക്കാൻ വേണ്ടി സെയിൽസ്മാൻ എടുത്തു കൊടുക്കാനും ഒന്നും നിൽക്കത്തില്ല. അവനവൻ തന്നെ ഒരു ട്രോളിയുമായി പോയി എടുക്കുക, തിരിച്ചുകൊണ്ട്. അവിടെ നമ്മളുടെയൊക്കെ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ പറഞ്ഞു തരാൻ ഒരു സെയിൽസ്മാൻ ഉണ്ടാവും എന്നുള്ളതല്ലാതെ സാധനം വാങ്ങാനും വിൽക്കാനും ഒരു സെയിൽസ്മാൻ ഉണ്ടാവില്ല. ഹെൻസ് സൂപ്പർ മാർക്കറ്റ് ഈസ് ഓൾസോ കോൾഡ് സെൽഫ് സർവീസ് സ്റ്റോഴ്സ്. സെൽഫ് സർവീസ് സ്റ്റോഴ്സ് എന്നാണ്, അവനവൻ തന്നെ സെർവ് ചെയ്യുന്ന സ്റ്റോർ എന്നാണ് സൂപ്പർ മാർക്കറ്റ് വിളിക്കുന്നത്. ദേ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ ടൗൺ. ഒരു സ്ഥലത്തിൻ്റെ മധ്യത്തിലായിരിക്കും ഈ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഒരിക്കലും ഒരു സ്ഥലത്ത് കൊണ്ട് പാത്ത് വെക്കത്തില്ല. ഒരു അകത്ത് ഇന്നർ ഏരിയയിൽ ഒരിക്കലും ഇതിൻ്റെ ഒരു കച്ചവടം നടത്തത്തില്ല. ദ ഡീൽ വെറൈറ്റി ഓഫ് ഗുഡ്സ് ഇൻ ക്യാഷ് ബേസ് ഉള്ളി. ഇവിടെയും ക്യാഷ് ബേസിസ് ആണ്. വിവിധ വെറൈറ്റി ഓഫ് ഗുഡ്സ് അവിടെ കച്ചവടത്തിന് വെക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, വെൻഡിങ് മെഷീൻ. ദേ ആർ കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻ വിച്ച് ആർ യൂസ്ഡ് ഇൻ സെല്ലിംഗ് സെവറൽ പ്രൊഡക്ട്സ് സച്ച് ആസ് milk, soft drink, chocolate, platform ticket, etc. in many countries. കോയിൻ കൊണ്ട് നടത്തുന്ന കച്ചവടമാണ്. കോയിൻ ഇടുക, സാധനം എടുക്കുക. ഇനി എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. മിൽക്ക്, സോഫ്റ്റ് ഡ്രിങ്ക്, ചോക്ലേറ്റ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ്. ഈ 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. അതുകൊണ്ട് ഇതൊന്ന് ഓർത്തെടുത്തേക്കുക. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇതെല്ലാം കോയിൻ ഓപ്പറേറ്റഡ് മെഷീൻസാണ്. The latest area in which this concept is getting popular in the case of automated teller machine ATM in the banking service. ബാങ്കിങ് സർവീസിൽ ഉപയോഗിക്കുന്ന ATM ആണ് ഇപ്പോൾ വെൻഡിങ് മെഷീൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു സിസ്റ്റം. The installation cost and expenditure on regular maintenance and repair of these machines are quite high. ഈ മെഷീൻസിൻ്റെ, അതായത് ഈ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞ സാധനം എടുത്തു വെച്ചിട്ട് കോയിൻ ഇടുമ്പോൾ വരുന്നതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ വളരെ കൂടുതലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ വലിയ ചിലവ് വരും. അതാത് സമയത്ത് തന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്യണം, റിപ്പയർ ചെയ്യണം. ഇത് വളരെ വലിയ തുകയാണ്. Moreover, the consumer can never see the product before buying, nor can return the unwanted goods. നമ്മൾ നോക്കിയെടുക്കാൻ കഴിയില്ല. ഒരു കൺസ്യൂമർക്ക് ഇത് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇനിയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനും അതിനകത്ത് ഓപ്ഷനില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് വീഡിയോസും നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ്. കൂട്ടുകാർക്ക് പഠിക്കാനിടയാകട്ടെ. എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.